നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമാണ് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് 2021 22 23 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലാണ് നമ്മൾ ഇൻപുട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഔട്ട്പുട്ട് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലൊക്കേഷൻ 30 31 32 33 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലാണ് നമ്മൾ റിസൾട്ട് സൂക്ഷിക്കുന്നത്. അപ്പം ഞാൻ ഈ 20ൽ 1 ഉണ്ട്, 21ൽ 2 ഉണ്ട്, 22ൽ 3 ഉണ്ട്, 23ൽ 4 ഉണ്ട്. എനിക്ക് ഈ ഇലമെൻറ്റിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ 20 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലുള്ള എലമെൻറ്റും 23 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലുള്ള എലമെൻറ്റും ട്രാൻസ്പോസിലും വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പം ഞാൻ ഈ 30 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലോട്ട് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് 20 ഇടാം, 33 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലോട്ട് ഡയറക്റ്റ് ആയിട്ട് 23 ഇടാം. പക്ഷേ 31ലോട്ട് ഞാൻ 22 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റും 32ലോട്ടും 21 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റുമാണ് എനിക്ക് ഇടേണ്ടത്. ഓക്കെ, കാരണം നമുക്ക് ഈ ട്രാൻസ്പോസ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ. സോ ഇനി നമുക്കത് പ്രോഗ്രാമിലോട്ട് പോകാം. അപ്പം ഞാൻ ഈ ഇൻപുട്ട് മെമ്മറി ലൊക്കേഷൻ പോയിന്റ് ചെയ്യാൻ R0 രജിസ്റ്ററും ഔട്ട്പുട്ട് പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് R1 ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം R0നെ ഞാൻ 20ലോട്ട് പോയിന്റ് ചെയ്യിക്കണം, അതേപോലെ ഞാൻ R1നെ എങ്ങോട്ട് പോയിന്റ് ചെയ്യിക്കണം, 30ലോട്ട് പോയിന്റ് ചെയ്യിക്കണം. അപ്പോൾ R0യിലോട്ട് ഞാൻ 20H എടുത്തിട്ടു, R1ലോട്ട് 30H എടുത്തിട്ടു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, R0 പോയിന്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് 20H എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റ് എടുത്ത് അക്യൂമുലേറ്ററിലോട്ട് ഇട്ടു. അപ്പോൾ അക്യൂമുലേറ്ററിൽ ഇപ്പം ആ ഫസ്റ്റ് വാല്യൂ ഉണ്ടാവും അല്ലേ, ആ വാല്യൂ ഞാൻ എങ്ങോട്ട് സ്റ്റോർ ചെയ്തു, ആ എയിൽ R1ന്റെ ദാറ്റ് ഈസ് 30 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റ് ആയിട്ട് 20 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷന്റെ വാല്യൂ എയിൽ കിടപ്പുണ്ടല്ലോ, ആ വാല്യൂ എടുത്ത് സ്റ്റോർ ചെയ്യും. അപ്പോൾ അതിനകത്ത് സംശയമൊന്നുമില്ല. അപ്പോൾ 30 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ 20യുടെ കണ്ടന്റ് വന്നു. ഓക്കെ, ഇനി ഞാൻ R0 ഇൻക്രിമെന്റ് ചെയ്തു. R0 ഇൻക്രിമെന്റ് ചെയ്യുമ്പം എനിക്കിപ്പോൾ 21H വന്നു. ഓക്കെ, ഇനി ഈ 21Hലെ കണ്ടന്റ് എനിക്ക് എങ്ങോട്ടാണ് ഇടേണ്ട, 32Hലോട്ടാണ് ഇടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, 2 പ്രാവശ്യം R1 ഇൻക്രിമെന്റ് ചെയ്തു. അപ്പോൾ R1 ആദ്യം 30 ആയിരുന്നു, അപ്പോൾ 2 പ്രാവശ്യം ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ 31 32. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇനി ഈ 21Hലെ കണ്ടന്റ് എടുത്തു, അത് ആദ്യം എങ്ങോട്ട് എടുത്തു, അക്യൂമുലേറ്ററിലോട്ട് എടുത്തു. അതിനാണ് മൂവ് എ @R0. R0 പോയിന്റ് ചെയ്യുന്നത് എവിടെയാണ്, 21H എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ, അതിന്റെ കണ്ടന്റ് അവിടെ ഉള്ള വാല്യൂ ഞാൻ അക്യൂമുലേറ്ററിലോട്ട് എടുത്തിട്ടു. എന്നിട്ട് ആ കണ്ടന്റ് ഞാൻ എങ്ങോട്ട് കോപ്പി ചെയ്ത് വെച്ചു, 32H എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലോട്ട് ഞാൻ എന്തെടുത്തു, 21Hലെ കണ്ടന്റ് കോപ്പി ചെയ്ത് വെച്ചു. ഓക്കെ, സംശയമുണ്ടോ? ഇല്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, വീണ്ടും R0 ഇൻക്രിമെന്റ് ചെയ്തു. ഇനി ഞാൻ എവിടെ എത്തി, 22Hലെത്തി. ഈ 22Hലെ കണ്ടന്റ് നമുക്ക് എവിടോട്ടാണ് ഇടേണ്ടത്, 31Hലോട്ടാണ് ഇടേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇപ്പം R1 നിൽക്കുന്നത് 32ല, അപ്പം 31 ആക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം എന്ത് ചെയ്തു, R1നെ ഡിക്രിമെന്റ് ചെയ്തു. എന്നിട്ട് ഞാൻ സെയിം പോലെ തന്നെ എന്ത് ചെയ്തു, 22Hലെ കണ്ടന്റ് എടുത്തിട്ട് അക്യൂമുലേറ്ററിലോട്ട് ഇട്ടു. 22Hലെ കണ്ടന്റ് @R0 എന്ന് പറഞ്ഞാൽ R0യിലുള്ള കണ്ടന്റ് എടുത്തിട്ട് അക്യൂമുലേറ്ററിലോട്ട് എടുത്തിടുകയും അക്യൂമുലേറ്ററിൽ നിന്ന് R1ന്റെ കണ്ടന്റ് ആയിട്ട്, R1 എങ്ങോട്ടാ പോയിന്റ് ചെയ്യുന്നത്, 31Hലെ കണ്ടന്റ് ആക്കി ഈ എയിലെ കണ്ടന്റ് എടുത്ത് കോപ്പി ചെയ്ത് വെക്കുകയും ചെയ്തു. അങ്ങനെ 3 വാല്യൂസ് കറക്റ്റ് ആയി. ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടത്, വീണ്ടും എന്ത് ചെയ്തു, R0 എനിക്ക് എന്ത് ചെയ്യണം, ഇൻക്രിമെന്റ് ചെയ്യണം. ദാറ്റ് ഈസ് 22H. R0 ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ 23H. ഇനി നമുക്ക് എന്ത് ചെയ്യണം, R1 നമുക്ക് 2 പ്രാവശ്യം ഇൻക്രിമെന്റ് ചെയ്യണം. കാരണം എന്താ, R1 ഇപ്പൊ എവിടെ നിൽക്കുന്നതെന്ന് നോക്കിയാൽ R1 ഇപ്പൊ 31H നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് 33ലോട്ട് എത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് R1നെ 2 പ്രാവശ്യം ഇൻക്രിമെന്റ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്തു, വീണ്ടും അക്യൂമുലേറ്ററിലോട്ട് R0 23Hലെ കണ്ടന്റ് എടുക്കുന്നു. ആ വാല്യൂ ഞാൻ എങ്ങോട്ട് സ്റ്റോർ ചെയ്യുന്നു, 33H എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലോട്ട് ആ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്തെടുക്കുന്നത്, 8051 ട്രാൻസ്പോസ് എടുക്കുന്നത്. ഓക്കെ, താങ്ക് യു.